അപ്പൊ നമ്മളെ കുഞ്ഞി ബാവന്റെ ഞങ്ങൾക്ക് ചെവിയില്ല ടൊപ്പി പുതിയതല്ലേ. ഞങ്ങളുടെ ഷൂ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഈ കളിയും ചിരിയൊന്നും അധിക നേരം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമ്മളെ കുഞ്ഞിബാബന്റെ വാക്സിനേഷൻ ഡേ ആണ്. ആദ്യത്തെ ബബ്ലൂസിന്റെ വാക്സിനേഷൻ ഡേ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. കാരണം അന്നത്തെ ദിവസം 2 ദിവസം പനിയും കാര്യങ്ങളും വേദനയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു ഓർമ്മയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷനിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ്. ആണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പം വാക്സിനേഷൻ ഡേക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ബബ്ലു അങ്ങനെയാ പറയത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏട്ടനെയും കൂട്ടണം. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഏകദേശം ടൈമായി. നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ലേ. ആവേ നീ വേണം ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കൂടെ പോവേ. ബബ്ലുവിന്റെ അതാണ് നമ്മളെ മെയിൻ. ഉറക്കാണ്. ഇപ്പൊ ഒന്ന് ഉറങ്ങി സത്യം പറഞ്ഞല്ലേ. എന്തായാലും അയ്യോ എല്ലാം ഒന്ന് സമാധാനമായിട്ടൊന്ന് ആയാ മതിയായിരുന്നു. എന്തായിരിക്കും ഇന്നത്തെ ദിവസം എന്നറിയില്ല. അയ്യോ എന്തായാലും പോവല്ലേ. കുട്ടീനെ വേദനിപ്പിച്ചാ പോവാനോ? നേരെ ബബ്ലൂസിനെ കൂട്ടാൻ പോണം. എന്തായാലും ആദ്യം ഒരു കുഞ്ഞിനെ ഉറങ്ങുകയാണ്. എന്തായാലും നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സ്കാന് ചെയ്യണം. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ സ്കാനിങ്ങിൻ്റെ എന്താ പറയുക ടോക്കൺ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഇഞ്ചക്ഷൻ അടിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ആരെ ഇഞ്ചക്ഷൻ വെക്കുന്ന കാണുന്നതും ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞന്മാരെനിക്ക് തീരെ താങ്ങൂല. ബബ്ലൂസിൻ്റെ സമയത്തൊന്നും ഞാൻ ഒരു ഇഞ്ചക്ഷനും ഞാൻ അങ്ങോട്ട് നോക്കലേ ഇല്ല. അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഏതോ ഒരു ഇഞ്ചക്ഷന് പോയപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞു തന്നു, അങ്ങനെ നമ്മൾ കുട്ടികളുടെ വെക്കുന്ന ഇഞ്ചക്ഷൻ നോക്കാതെ നിൽക്കരുത്, അത് നോക്കണം. നോക്കിയിട്ട് ആ ഇഞ്ചക്ഷൻ വെക്കുന്ന ആൾക്കാർ കറക്റ്റ് തന്നെയല്ലേ വെക്കുന്നത്, ഏത് കാലിലാണ് വെക്കുന്നത്, എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ നമ്മൾ കറക്റ്റ് നോക്കി തന്നെ നിൽക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കലുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. എൻ്റെ കണ്ണൊക്കെ നിറയായിരുന്നു. ആള് ഫസ്റ്റ് ടൈമാണ് ആള് ഇത്രയും സങ്കടപ്പെട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഭയങ്കര എന്തോ പോലെ തോന്നി. എന്താ പറയുക, അത് നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ആൾ ഭയങ്കര സങ്കടമായിട്ട് എടുത്ത് കരയാണ് ചെയ്തത്. അങ്ങനെ അത് 2 കാലിലും കേട്ടോ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളത്. 2 കാലിലും ഇഞ്ചക്ഷൻ വെച്ച് പിന്നെ ഒരു തുള്ളി മരുന്നുണ്ടായിരുന്നു, അതുമായിരുന്നു. അപ്പം പിന്നെ ഇതെല്ലാം നല്ലതിനാണല്ലോ, കുട്ടികൾക്ക് അസുഖമൊന്നും വരാതെ നിൽക്കാനല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്നാലും നമുക്കത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അതിന് കുറച്ച് മനക്കെട്ട് വേണം. പിന്നെ എനിക്ക് തോന്നുന്നു ബബ്ലൂസിൻ്റെ സമയത്തിനേക്കാളും കുറച്ചുകൂടി ഒരു മനക്കെട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാകുമ്പം എന്തോ പോലെയാവും കേട്ടോ കണ്ടു നിൽക്കുമ്പോൾ.
തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ബബൂഷിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ബബൂഷ ഇമ്പളില്ലേ, ഇമ്പൾ എവിടെ പോയതാ അറിയോ? അമ്മേനോട് ചോദിച്ചു നോക്ക്. ബേബിന്റെ കാലം നോക്കുതാ, ഇത് നോക്ക് ബാബു മോയെ, കുഞ്ഞത്തോ നോക്കുതാ, ഷൂജ് വെച്ചത് കണ്ടോ? 2 ഷൂജ് വെച്ച് ബബൂഷ ബബുവിന്റെ ബേബീനെ. പേടിക്കാനൊന്നുമില്ല. അതില്ലേ ബേബിക്ക് ശക്തി കിട്ടാൻ വേണ്ടിട്ടുള്ള സൂചിയാണ്. ആ ശക്തി വരാന് അത് സൂചി വെച്ച് കഴിഞ്ഞാല് കുറച്ച് കാലം കഴിയുമ്പോ അസുഖം കുറച്ച് കഴിഞ്ഞാൽ ബേബി ഇപ്പൊ ഉറങ്ങുക. അതാട്ടോ വൈകിയത്. അതാണ് ലേറ്റ് ആയത്. സോറിയേ. പക്ഷെ അമ്മ വന്നില്ലേ? അമ്മ കൂട്ടാൻ വന്നില്ല. സ്കൂൾ കണ്ട സൂപ്പർ സ്കൂളാണല്ലോ. എന്തൊരു വലിയ സ്കൂളാണ്. എന്ത് സൂപ്പറാണ്. അവിടെ എന്താ എഴുതിയ? സിൽവർ ഹിൽസ് സ്കൂൾ കോഴിക്കോട്. ബബുവിന് ഉമ്മ കൊടുത്തേ. ആണോ? അടിപൊളി. എന്താ ഡെയിലി ബാഗുമായിട്ടാണ് പോവല്. എന്താ സംഭവം കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ? അത് ഇവന്റെ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ലൈക്ക് ബാഗ് അവിടെ വെക്കും. കാരണം കുട്ടികൾക്ക് ഈ വെയിറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ എന്നുണ്ട്. പിന്നെ വീക്കെൻഡ്സിൽ മാത്രം ആ ബാഗ് തരിക. ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഒരു ആപ്പിൽ ഒരു ആപ്പ് ഉണ്ട് ഇവരുടെ. അതെ, ഹോംവർക്ക് ഒക്കെ സാറ്റർഡേ സൺഡേ. പിന്നെ അല്ലാതെ ഡെയിലി റീക്യാപ്പ് ഒക്കെ ഇവരുടെ ഒരു ആപ്പ് ഉണ്ട്, അതിലുണ്ടാവും. അപ്പൊ അതില് നോക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അതാ ബബ്ലൂഷ് ഉറങ്ങി, കുഞ്ഞിതാ ഉറങ്ങിയിട്ടില്ല. എന്താ ഇപ്പോൾ പറയുക, വാക്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡോക്ടർ നമുക്ക് അവിടെ പോയപ്പോൾ പറഞ്ഞു തന്നു 3 ടൈപ്പ് വാക്സിൻസ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ള എല്ലാ ഫ്രീ ആയിരിക്കും വാക്സിന്. 3 ഇഞ്ചക്ഷനും 2 തുള്ളിമരുന്നും അതാണ് കൊടുക്കേണ്ടത്. ഏതാണോ കൊടുക്കുന്നത് 3 വട്ടം കൊടുക്കണം. എന്ന് വെച്ചാൽ 3 മാസത്തിന്റെ ഗ്യാപ്പിലായിട്ടോ 4 മാസത്തിന്റെ ഗ്യാപ്പിലായിട്ടോ 3 വട്ടം കൊടുക്കണം. ഇത്ര ആഴ്ച നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഏത് കൊടുക്കുകയാണെങ്കിലും അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 3 മാസം കൊടുക്കണം എന്ന് പറഞ്ഞു. ബബ്ലൂസിന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കൊടുത്തത്. അതിന് ചാർജ് ഇല്ല, ഫ്രീ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 3 ദിവസത്തോളം പനിയും വേദനയുണ്ടായിരുന്നു. ബബ്ലൂസിൻ്റെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അത് 3 ദിവസം ഉണ്ടായിരുന്നു. ആൾ നല്ല കരച്ചിലും വേദനയൊക്കെ ആയിരുന്നു. അന്ന് നമുക്ക് അതായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ബബ്ലൂസിന് അല്ല ഇസിക്കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പറ്റുന്ന പ്രശ്നമാണത്. അപ്പോൾ ഇസിക്കുട്ടിന് നമ്മൾ 3ാമത്തെ ഓപ്ഷൻ ആയിരുന്നു കൊടുത്തത്. നോക്ക് എന്റെ പരീന വെച്ചാ എന്തൊക്കെ പരീന കുറ്റീനെ വെച്ച് കുറ്റീനെ കുറിച്ച് എന്റെ പരീനടി. അപ്പം പിന്നെയുള്ള 2 ഓപ്ഷൻ പെയ്ഡ് ആയിരുന്നു. അതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ കൊടുക്കുക. അതിലൊന്ന് പെയിനും ഒന്ന് പെയിൻലെസ്സും ആയിട്ടുള്ളതിന് 7000 സംതിങ്ങും, 2ഉം പെയിൻലെസ് ആയിട്ടുള്ളതിന് 8600 രൂപയായിരുന്നു വന്നത്. അപ്പം നമ്മൾ 8600-നെയാണ് ഇത്തവണ കുഞ്ഞനെടുത്തത്. അതുകൊണ്ട് തന്നെ 3 വട്ടം ഇതന്നെ എടുക്കണം. കുഞ്ഞൻ കരയുന്നതും ഇതൊന്നും നമുക്ക് കാണാനും കുഞ്ഞിന് അന്ന് നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പം നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല തന്നെ കുഞ്ഞിക്ക് കൊടുക്കാൻ നോക്കി. പക്ഷേ ഇതിനും പനിയും ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷേ നല്ല തന്നെയാണ്. എല്ലാത്തിനും കുഴപ്പമില്ല. പക്ഷെ ഡ്യൂറേഷൻ കുറവായിരിക്കും. ലൈക്ക് 24 hours ആണ് ഇതിന് പ്രശ്നം ഉണ്ടാവുക. മറ്റേത് 3 ദിവസത്തേക്കാണ്. അപ്പം ഇതിപ്പം വെച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ എന്തായാലും വീഡിയോൻ്റെ അവസാനം ആകുമ്പോഴേക്കും പറഞ്ഞുതരാം. എന്തായാലും ഇന്നിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആളിപ്പോൾ ഇതുവരെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇപ്പോൾ 8600 രൂപ കൊടുക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഈ വീഡിയോ അവസാനം ആകുമ്പോഴേക്കും പറഞ്ഞുതരാം. മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് വരാൻ പോകുന്നത്, എന്ത് കരച്ചില എങ്ങനെയാണെന്നുള്ളത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. നോക്കാം. ബബ്ലൂസിൻ്റെ ആയാലും നമ്മൾ കുത്തിയ പാട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരിക. നോക്കാം. കുഞ്ഞിൻ്റെ കാലിലുള്ള സ്റ്റിക്കർ നമ്മൾ കുറച്ച് വെള്ളമാക്കിയിട്ട് പറിച്ച് കളയാണ്. ഇനിയിപ്പം മരുന്ന് കൊടുത്തോളാം. പനീൻ്റെ മരുന്ന് ഡോക്ടർ ഇപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ 6 മണിക്കൂർ ഇടവിട്ടിട്ടാണ് അടുത്ത കൊടുക്കേണ്ടത്.
കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഏറ്റവും പേടിയുള്ളൊരു സമയമായിരിക്കും ഈ ഒരു വാക്സിനേഷൻ പറയുന്നത്. എല്ലാരും പറ, ആരെ പോലെ ഉണ്ട് കുഞ്ഞിനെ കാണാൻ? ബബ്ലുവിനെ പോലെയാണോ? അയ്യോ, എനിക്ക് പിന്നെ വാവേന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഉണ്ട്, അതുപോലെ എനിക്ക് തോന്നുന്നത്. ബബ്ലൂസിന് പിന്നെ എൻ്റെ പോലെ തോന്നിയിരുന്നു, പക്ഷെ ഇതിൽ എനിക്ക് വാവേന്റെ ചെറുപ്പത്തിലുള്ള മുഖം പോലെ. വൈകുന്നേരം സമയമാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ തുടങ്ങി. അമ്മേ, വാവേ, ഞാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തു. പ്രത്യേകിച്ച് വാവ. എന്താ പറയുക, ടെൻഷൻ നല്ലോണം കൂടിയാക്ക്. കരച്ചൽ ഇനി നമുക്ക് അറിയില്ലല്ലോ. ബബ്ലൂസിൻ്റെ ഓർമ്മ മാത്രമേ നമ്മളെടുത്തുള്ളൂ. അതൊരു 3 ദിവസം നല്ല കരച്ചിലായിരുന്നു ബബ്ലൂസ്. അതുകൊണ്ട് തന്നെ ബബൂഷിന് ടെൻഷനായിരുന്നു കുഞ്ഞിക്ക് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ. ആണ് നല്ലോണം ടെൻഷനായില്ലേ നമ്മളെ കുഞ്ഞ്? അപ്പോൾ അങ്ങനെ ആയിരുന്നു, കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറാൻ വേണ്ടി ഓരോന്നും വെച്ച് നമ്മൾ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നു. പക്ഷെ അത് കണ്ടിട്ട് ബബ്ലു ഓടി വന്ന്, ബബ്ലു ഒരുപാട് കുഞ്ഞി കരയുന്നത് കണ്ടിട്ട് അവന് ടെൻഷനായിട്ട് അവന് ഒരുപാട് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ കുഞ്ഞിക്ക് കാണിച്ചു കൊടുത്ത് കരച്ചിൽ മാറ്റാൻ വേണ്ടി. അയ്യോ, അത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. ബബ്ലൂസ് അത്ര എഫേർട്ടൊക്കെ കുഞ്ഞിക്ക് വേണ്ടി എടുക്കുന്ന കാണുമ്പോൾ. പിറ്റേന്ന് രാവിലെയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞി കരച്ചിലൊക്കെ കുറേ കുറഞ്ഞു. വാവയും ബബ്ലുവും ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്താ പറയുക, അപ്പോൾ കുഞ്ഞ് ഏകദേശം കരച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു. നമുക്കപ്പം തോന്നി, അയ്യോ 3 ദിവസത്തെ അത് എടുത്തിരുന്നെങ്കിൽ ഭയങ്കര പാടാവുമായിരുന്നു. ഇപ്പം നമുക്കതിന് പറ്റിയത് ദൈവത്തിന് ഒരുപാട് നന്ദി. ആ ഒരു നിമിഷം നമുക്ക് തോന്നി. ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പം വളരെ വേദന കുറവായിരുന്നു. 1 ദിവസം എന്തായാലും ഉണ്ടായിരുന്നു. മാക്സിമം ടൈം വാവേ ബബ്ലൂസും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബബ്ലൂസ് കുഞ്ഞി ഒന്ന് കരഞ്ഞിട്ടുണ്ട്, അന്നേരം ഓടിപ്പോയി വാവേനെ വിളിച്ച് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കണ്ടോ, ഓടിപ്പോയി അമ്മേനെ വിളിക്കാൻ വേണ്ടി, അമ്മയെ കുഞ്ഞി കരയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഓടിപ്പോയതേനു. അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഇഞ്ചക്ഷനിൽ 1 ദിവസമേ വേദന ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്തോ ഒരു ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്കത് ബബ്ലൂസിന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞിക്ക് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം ദൈവം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി, എന്നും കടപ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു വാക്സിനേഷൻ ദിവസം. എല്ലാവരും ടെൻഷനിലായിരുന്നു തുടക്കത്തിൽ. പിന്നെ 1 ദിവസം കഴിയുമ്പോഴേക്കും വേദന കുറഞ്ഞു വന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വാക്സിനേഷൻ്റെ ഒരു വ്ളോഗ് എടുത്തു വെച്ചതായിരുന്നു. ബബ്ലൂസിന് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബായ്.